നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നിജു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. താന്യം 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. CV സിദ്ധാർത്ഥൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച. വാർത്തകളിലേക്ക് വിശദമായി. മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നിജു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അന്തരിച്ചു. കന്നഡ ചിത്രമായ കാന്താരയുടെ 2-ാം ഭാഗത്തിൽ അഭിനയിക്കാൻ കർണാടകയിലെ ലൊക്കേഷനിൽ എത്തിയതായിരുന്നു. അവിടെ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. വാടാനപ്പള്ളി വാക്കാട്ടുകുമാരന്റെയും സീതയുടെയും മകനും മിമിക്രി കലാകാരൻ കൂടിയായ കലാഭവൻ നിജുവാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ആർട്ടിസ്റ്റുകൾക്കായി ഒരുക്കിയ ഹോം സ്റ്റേയിൽ ബുധനാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. കൂടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വാടാനപ്പള്ളി പൊതുശ്മശാനത്തിൽ നടത്തി. ഭാര്യ സുരജ, നിമ്മി, നീതു എന്നിവർ മക്കളാണ്. കാന്താര സിനിമയിൽ പട്ടാളക്കാരന്റെ വേഷത്തിൽ അഭിനയിക്കുന്ന നിജു 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ലൊക്കേഷനിൽ എത്തിയത്. ബുധനാഴ്ച രാത്രി 10:30-യോടെ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് അവശതയിലായി. ഒപ്പം ഉണ്ടായിരുന്നവർ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉണ്ണി മുകുന്ദൻ നായകനായ മാളികപ്പുറം, മാർക്കോ, ജോജു ജോർജിന്റെ പണി എന്നിവ ഉൾപ്പെടുന്ന നിരവധി സിനിമകളിലും മിന്നുകെട്ട്, സ്നേഹാഞ്ജലി, ശ്രീരാമൻ, ശ്രീദേവി ഉൾപ്പെടെയുള്ള വിവിധ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ വിവിധ ചാനലുകളിൽ ഹാസ്യപരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിജു 1/4 നൂറ്റാണ്ടിലേറെയായി മിമിക്രി രംഗത്തുണ്ട്. ഏതാനും ആൽബങ്ങളും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മണിക്കാര് മണികെട്ടും, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നീ ഓഡിയോ കാസറ്റുകളും ഇറക്കിയിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ കലാകാരന്മാരുടെ സംഘടനയായ നന്മ എന്നിവയിൽ അംഗമാണ്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഹൃദയപൂർവ്വം അനുമോദനം തുടരുമെന്ന പരിപാടി സംഘടിപ്പിച്ചു. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നാടിന് ആവശ്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നിവിടെ കുട്ടികളായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുമോദനമാണ്. ഇത് നിങ്ങളെ എത്രയോ ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ഈ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാടിനോടും നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന, സാമൂഹികമായിട്ട് ഇവിടെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുമായിട്ടും നമുക്കും ഒരു കടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വളരാനായിട്ട്. നമ്മുടെ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുക, ഗുരുനാഥന്മാരെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്ന സമൂഹത്തിനെ സ്നേഹിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയാലും വ്യക്തിജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി സമൂഹത്തിന് മാതൃകയായി മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡിലെ ഈ വർഷം SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും ഉന്നത വിജയം നേടിയവരെയും വിജയിച്ചവരെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ദളം കലയിൽ A ഗ്രേഡ് നേടിയ ശ്രീനിധിൽ സൈഗാൾ, USS വിന്നർ ആൽഫ്രീനോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നൈപുണ്യ സുരഭിദാസ്, ഏസിൽഡ ലൂയിസ്, അശ്വിൻ K ദിവ്യൻ എന്നിവർക്ക് സൈക്കിൾ സമ്മാനമായി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധനും കോളമിസ്റ്റുമായ ജോമി PL വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഫുട്ബോൾ കോച്ച് സത്യൻ PB, ADS പ്രസിഡന്റ് വിജയപ്രകാശ്, അംഗനവാടി വർക്കർമാരായ KB അഞ്ജു, അഷ്ടമി എന്നിവർ പ്രസംഗിച്ചു.
അംഗനവാടി ഹെൽപ്പർമാരായ ഗീത, നിമ്മി പ്രേംലാൽ, സംഘാടക സമിതി അംഗങ്ങളായ രേണുക റിജു, ഷാലി ഫ്രാൻസിസ്, ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തറ, ഹിമ രഞ്ജിതൻ എന്നിവർ നേതൃത്വം നൽകി. 33 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി വനിതകൾക്കായി പൂക്കൃഷിക്കുള്ള ചെണ്ടുമല്ലി തൈകളുടെയും വളങ്ങളുടെയും വിതരണ ഉദ്ഘാടനം നടന്നു. മഞ്ഞ, ഓറഞ്ച് നിറത്തിൽ ചെണ്ടുമല്ലി തൈകൾ, ട്രൈക്കാഡെർമ, സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, കൂട്ടുവളം എന്നിവ 75% സബ്സിഡിയോടെ 200 പേർക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ചന്തപ്പടി ഓപ്പൺ സ്റ്റേജ് സമീപത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തൈ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, BK മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, KK പ്രഹർഷൻ, സിജി സുരേഷ്, ഷിഹാബ് MA, രശ്മി ഷിജോ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, കൃഷി അസിസ്റ്റന്റ് സജിത PV എന്നിവർ സംസാരിച്ചു. കൃഷിശ്രീ സെന്റർ പ്രവർത്തകരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും വളരെ നേരത്തെ തന്നെ ചെണ്ടുമല്ലി കൃഷികൾ ആരംഭിക്കാറുണ്ട്. നമ്മുടെ ഓണത്തിന് പുറമേ നിന്ന് നമ്മളുടെ വിപണി കീഴടക്കാനുള്ള ഓരോ വീടുകളും തന്നെ കൃഷി ചെയ്യുന്ന അവർക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിക്കലാണ് സാധാരണ ചെയ്യാറ്. നമ്മളുടെ കൃഷിഭവൻ്റെ ചന്തയിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ചന്തയിലും നമ്മളുടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചെണ്ടുമല്ലികളാണ് നമ്മൾ സാധാരണയായിട്ട് കൊണ്ടുവരുന്നത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും CPM എടമുട്ടം രാമംകുളം ബ്രാഞ്ച് ആദരിച്ചു. സ്റ്റേറ്റ് CBSE 10+2 പരീക്ഷകളിൽ ഫുൾ A+ വിജയവും നേടിയ 26 കുട്ടികൾക്ക് അംഗീകാരങ്ങൾ നൽകി ആദരിച്ചു. എടമുട്ടം LC സെക്രട്ടറി PS ഷജിത്ത് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. സച്ചിൻ കുന്നുംപറമ്പിൽ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം TS മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി CK ബേബി ടീച്ചർ, ബ്രാഞ്ച് അംഗങ്ങളായ ജലീൽ അമ്പലത്ത്, ഇക്ബാൻ VK, ഹമീദ് തടത്തിൽ, കാവുങ്ങൽ മുഹമ്മദ്, ഡോക്ടർ മോഹൻ, സിന്ധു സച്ചിൻ, രാധ അശോകൻ, നളിനി നിത്യാനന്ദൻ, ഉഷ ജോഷി, ബേബി സുമ, മുരളീധരൻ, ബേബി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം 2025. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജൂൺ 15-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടത്തും. വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്ന ചടങ്ങ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. COA സംസ്ഥാന സെക്രട്ടറി സുരേഷ് PB അധ്യക്ഷനാകും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P സൈറിൻ മുഖ്യപ്രഭാഷണം നടത്തും. മനോരമ ന്യൂസ് ചീഫ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായിരിക്കും. സിനിമാ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സ്വന്തം വൃക്ക ദാനം ചെയ്ത് മാതൃകയായ ഷൈജു സായ് റാമിനെ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ ആദരിക്കുന്നു. ജനപ്രതിനിധികളും കേബിൾ TV വ്യവസായത്തിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
Malappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ജോലിക്കിടയിൽ ലഭിച്ച സ്വർണ്ണ നാണയം ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായ ഹരിതകർമ്മ സേനാംഗങ്ങളെ നാട്ടിക ബീച്ച് ഗ്രാമീണ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. ഈ മാസം 15 നടക്കുന്ന അനുമോദന സദസ്സിൽ വനിതാവേദി പ്രസിഡന്റ് ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഗീത ഉണ്ണികൃഷ്ണൻ, ജിനു ബിജീഷ് തുടങ്ങിയവരെ ഗ്രാമീണ വായനശാല സെക്രട്ടറി PV ദിലീപ് കുമാർ ആദരിക്കും. വനിതാവേദി ജോയിന്റ് സെക്രട്ടറി ഷാരി ജിഷാന്ത്, സെക്രട്ടറി നസീമ കെ എന്നിവർ പങ്കെടുക്കും. യുവജനവേദി വായനശാല വാളമുക്ക് സംഘടിപ്പിക്കുന്ന CV സിദ്ധാർത്ഥൻ മാസ്റ്റർ അനുസ്മരണ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഈ മാസം 15 യുവജനവേദി മൈതാനത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തക പ്രദർശനം, പ്രമുഖരുടെ അനുമോദന പ്രസംഗങ്ങൾ, പുരസ്കാര ജേതാക്കളുടെ മറുപടി പ്രസംഗങ്ങൾ എന്നിവ ഉണ്ടാകും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അധ്യാപകൻ എന്ന നിലയിൽ ഏറെ പ്രശസ്തനായിരുന്ന CV സിദ്ധാർത്ഥൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഓരോ വർഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നവരെ ആദരിക്കലും അനുമോദിക്കലും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. യുവജനവേദി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകുന്നതിനും നിരവധി ജനോപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വേദിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കുന്നതിനും മുൻപന്തിയിൽ നിന്നതിനു പുറമെ ദേശാഭിമാനി സീഡ് സർക്കിൾ, പുരോഗമന കലാസാഹിത്യ സംഘം, അധ്യാപക സംഘടനയായ KSKTAU എന്നിങ്ങനെ നിരവധി ചുമതലകൾ ഇദ്ദേഹം വഹിച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 3 നടക്കുന്ന പരിപാടികൾ തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും വായനശാലയ്ക്ക് ലഭിച്ച പുസ്തകങ്ങളും ലൈബ്രറി കൗൺസിൽ പുസ്തക ഗ്രാന്റായി നൽകിയ തുകയ്ക്കും വാങ്ങിയ പുസ്തകങ്ങളുടെയും പ്രദർശനം ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനറും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് TV രാജു ഉദ്ഘാടനം ചെയ്യും. കൂടാതെ വാളമുക്ക് പരിസരത്തേക്ക് മിസ്റ്റർ തൃശൂർ മത്സരത്തിൽ സെക്കൻഡ് പുരസ്കാരം നേടിയെടുത്ത PS
നവനീതിനെ ചടങ്ങിൽ ആദരിക്കും. യുവജനവേദി വായനശാല പ്രസിഡന്റ് ബിന്ദു ഘോഷ്, സെക്രട്ടറി കെ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജൂബിലി, PS അമൽറാം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചത്. മതിലകത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് SSLC എൻ്റെ ക്ലാസ് ജയിച്ചിരിക്കുന്നുണ്ട്. 5 or 6 പേരാണ് ജയിച്ചത്. A+അല്ല, വലിയ മാർക്ക് കൊടുക്കുക. അന്ന് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നുള്ളൂ, രണ്ട് ഫുൾ A++ സംവിധാനത്തില്ല. അപ്പം എണ്ണാമതവരാണ് ജയിക്കുന്നത്, ബാക്കി എല്ലാവരും എന്താ തോൽക്കുന്ന രീതിയിലാണെന്നുണ്ടായത്. പിന്നെ വലിയ മാർക്ക് കിട്ടിയ ആളുകൾ അന്നെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വലിയ മാർക്ക് കിട്ടി. 503 കിട്ടി. 503 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മാർക്കാണ്. എനിക്കൊരു സ്കൂളിൽ അസംബ്ലിയിലോ എന്തോ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കുട്ടിക്ക് പ്രത്യേക പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പക്ഷേ ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് അവർ അല്ലേ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് A+ കിട്ടിയ നിങ്ങളുടെ ചിത്രം ഞാൻ മിക്കവാറും നിങ്ങളെ കണ്ടാൽ ചില ആളുകൾ പെട്ടെന്ന് പുറത്ത് പരിചയം വരുന്നത് എന്താണെന്ന് അറിയാം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി, സ്കൂളിൻ്റെ അഭിമാനമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതലേക്കുമ്പോൾ അല്ലേ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി, കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി സനത് സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ET ടൈസൺ MLA, വിരമിച്ച അധ്യാപകരായ TS സജീവൻ, VK മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CC മുകുന്ദൻ MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ച ആംബുലൻസിന്റെ താക്കോൽ ദാനം നടത്തി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാഹനം, ഇൻഷുറൻസ്, GPS രജിസ്ട്രേഷൻ, ടാക്സ് എന്നിവ ഉൾപ്പെടെ 13,82,761 രൂപയാണ് ഭരണാനുമതി ലഭിച്ചത്. തളിക്കുളം പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ നടത്തുന്നതിനു വേണ്ടിയാണ് ആംബുലൻസ് അനുവദിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ ഷിജി CK, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു KR പദ്ധതി വിശദീകരണം നടത്തി. ജീവിതശൈലി രോഗങ്ങളുടെ സർവേ നടത്തുന്ന ശൈലി ആപ്പിന്റെ 2ാം ഘട്ട സർവേ ആദ്യം പൂർത്തീകരിച്ച ആശാ വർക്കർമാർ വനജ, ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തിയ ആശാ വർക്കർ വിനിജ എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് നഴ്സ് മഞ്ജുഷ VM, JHI പ്രിയ, JPHN രമ്യ, MLSPമാരായ വിശാൽ, ടിനു, സ്റ്റാഫ് നഴ്സ് ഗ്രീഷ്മ, ഹെൽത്ത് ക്ലർക്ക് ജോബിൻ, വനിതാ ഫിറ്റ്നസ് ട്രെയിനർ അനു ഇക്ബാൽ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ആശാ വർക്കർമാർ, പൊതുജനങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഞാൻ MLA വരുന്ന സമയത്ത് മുട്ടുകുത്തിട്ടുള്ള സമരമായിരുന്നു അവിടെ ചില പ്രവർത്തകർ ചെയ്തു. മുട്ടുകുത്ത, എന്നിട്ട് ചോര മുട്ടൊന്ന് കളയാം. പക്ഷെ അതൊന്നും കളഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമുക്കത് കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഒരു അപകടസ്ഥിതി വരുന്ന നമ്മുടെ ഈ മണപ്പുറം പ്രദേശത്ത്, പ്രത്യേകിച്ച് ദിവസം ചെല്ലുന്നതോറും വികസനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഏത് സമയത്തും അപകടങ്ങൾ നേരിടാൻ ഒരു വിഷം തീണ്ടി അതിന് പരിചരിക്കുന്ന ആവശ്യമായി നമ്മൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചാവക്കാട് ആവാം, അല്ലെങ്കിൽ തൃശ്ശൂർക്ക് കൊണ്ടുപോകും. നീണ്ട യാത്ര നടത്തിയിട്ട് അതിനെ നമ്മുടെ രോഗിയെ സംരക്ഷിക്കണമെങ്കിൽ, രക്ഷിക്കപ്പെടുത്തണമെങ്കിൽ. അപ്പം അതൊക്കെ ഒരു മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചത്.
ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പിള്ളി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ TN നാസിമുദ്ദീൻ, KK അൻവർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അൻവർ ചാമക്കാല, ഹരിദാസ് കൊച്ചിക്കാട്ട്, INTUC നേതാവ് ഷജിൽ ചന്ദ്രാപിന്നി, IB വേണുഗോപാൽ, ഷഹന കാട്ടുപറമ്പിൽ, ഷിനി സതീഷ്, ആശ സുരേഷ്, CA അനീഷ്, KV ബിജു മൂത്താപ്പറമ്പിൽ, അസീസ് പള്ളിപ്പറമ്പിൽ, മൊയ്തീൻ അന്താറത്തറ, സുരേഷ് കൊച്ചിരാമൻ എന്നിവർ സംസാരിച്ചു. ഈ പഞ്ചായത്ത് അധികൃതർ തയ്യാറായി വന്നില്ലെങ്കിൽ ഇതൊരു സൂചന സമരമാണ്. ഞങ്ങൾ ശക്തമായ സമരമായി ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ നീങ്ങും. ഒരു തർക്കമില്ല. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ, ഈ പഞ്ചായത്ത് അധികൃതരെ കണ്ടുതുറപ്പിക്കുന്നതുവരെ ഈ സമരത്തോടൊപ്പം ജനാധിപത്യ വിശ്വാസികൾ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാന, കോട് തുറക്കൽ, ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം, ബാൻഡ് വാദ്യം, നേർച്ചകൂട്ട്. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചെന്നായിപ്പാറ തിരുഹൃദയാശ്രമം ഡയറക്ടർ റവറൻ ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊട്ടേക്കാട് ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തിരുനാൾ സന്ദേശം നൽകി. പഴുവിൽ ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഫൊറോന വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ്, ഡിനോ ദേവസി, ആൻഡോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി, തിരുനാൾ കൺവീനർ റിനോയ് ജോൺസൺ, അന്തോണി നാമധാരികൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, KCYM, ജീസസ് യൂത്ത്, CLC എന്നീ യുവജന സംഘടനകൾ, സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള സർക്കാരിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി വാടനപ്പള്ളി GHSSലെ +2 വിദ്യാർത്ഥികൾക്ക് TLSC ചാവക്കാട് പാനൽ ലോയർ അഡ്വക്കേറ്റ് അവിനാഷിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആ കുട്ടിക്ക് 17 വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയാണെങ്കിൽ പോക്സോ നിയമപ്രകാരം വേണമെങ്കിലും കേസെടുക്കാവുന്നതാണ്. ഈ പോക്സോ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പോക്സോ നിയമത്തിന്റെ പ്രത്യേകത 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരുടെ ശരീരത്തിൽ മറ്റൊരാൾ അവരുടെ സമ്മതമില്ലാതെ കവിളത്തോ നെഞ്ചത്തോ ശരീരത്തിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ബോഡി പാർട്സിലോ സമ്മതമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ വെച്ചാൽ അല്ലെങ്കിൽ ആലിംഗനം ചെയ്താൽ വരെ വേണമെങ്കിൽ നമുക്ക് പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ സാധിക്കും. പോക്സോ നിയമത്തിന് കേസെടുക്കുന്നത് എങ്ങനെയാ? പോക്സോ നിയമം പ്രകാരം കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രിൻസിപ്പളിനെയോ ചൈൽഡ് ലൈനിനെയോ നിങ്ങളുടെ പേരന്റിനെയോ ഈ വിവരം അറിയിക്കണം. PTA പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PM കണ്ണൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ VM ഹനീഫ, NSS വളണ്ടിയർ റെഡ്സ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. പെരുങ്ങോട്ടുകര ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എയ്ഡഡ് വിദ്യാലയമാണ് സെറാഫിക് സ്കൂൾ. FCC സഭയിലെ സന്യാസിനികളാണ് ഈ വിദ്യാലയം നടത്തുന്നത്. 1948 ജൂൺ 14 ഈ വിദ്യാലയത്തിന്റെ സ്ഥാപന ദിനം. 1948, 49, 50 കാലയളവുകൾ തുടർന്നുള്ള ക്ലാസുകളും സ്ഥാപിതമായി. ഈ വിദ്യാലയം 1949 ഹൈസ്കൂളായി ഉയർന്നു. 1950, 51 അധ്യയന വർഷം 8-9 ക്ലാസുകൾ ആരംഭിക്കുകയും അടുത്ത മാർച്ചിൽ പ്രഥമ ബാച്ച് വിദ്യാർത്ഥിനികളെ SSLC പരീക്ഷയ്ക്ക് അയക്കുകയും ചെയ്തു. 2 ക്ലാസുകളിലായി 27 വിദ്യാർത്ഥികളും 3 അധ്യാപകരുമായി ആരംഭിച്ച അന്നത്തെ കൊച്ചു വിദ്യാലയം ഇന്ന് 29 ഡിവിഷനുകളിലായി 1170 വിദ്യാർത്ഥികളും 47 അധ്യാപകരുമായി പ്രവർത്തിച്ചു വരുന്നു. ഞാൻ സിസ്റ്റർ ടെസ്സിൻ ജോസഫ്. ഈ വിദ്യാലയത്തിൽ 3ാമത്തെ വർഷമാണ് പ്രധാനാധ്യാപികയായിരിക്കുന്നത്. 6 വർഷം ഈ വിദ്യാലയത്തിൽ ഒരു ടീച്ചറായി ഞാൻ സേവനം ചെയ്യുകയായിരുന്നു. ഈ 2024-25 അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിൽ 100 വിദ്യാർത്ഥിനികളാണ്
SSLC എക്സാം എഴുതിയിരിക്കുന്നത്. അതിൽ 27 വിദ്യാർത്ഥിനികൾക്ക് ഫുൾ A+ഉം 13 കുട്ടികൾക്ക് 9A+ഉം ലഭിച്ചിട്ടുണ്ട്. ഈ മഹാവിജയം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിനാദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകമായി ഈ SSLC മക്കളെ പരീക്ഷയ്ക്ക് ഒരുത്തി അവരെ വിജയിപ്പിക്കുന്നതിന് ഞങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ വികസന സമിതിക്കാരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ അധ്യാപനം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരേതവസ്ഥയിലാണോ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നത് ആ അവസ്ഥയിലുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് വിദ്യാർത്ഥികളെ തങ്ങൾക്കാവുന്ന വിധത്തിൽ തങ്ങളുടെ വിജയം നേടിയെടുക്കാൻ അവരെ സഹായിക്കുവാൻ അധ്യാപകരെല്ലാം ഒറ്റക്കെട്ടായി അവരുടെ ഒപ്പം നിന്നാണ് പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് നൽകി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനലിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പേര് ബൈജു, സറാഫിക് കോൺവെൻറ്റിൻ്റെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ ഗ്രാമ്യ ചാനൽ ഇപ്രാവശ്യം കോൺവെൻറ്റിലെ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കായി ഈ ചെയ്യുന്ന ഒരു അവാർഡ് ദാനത്തിൽ ഫുൾ A+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന അവാർഡ് ദാനത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇപ്രാവശ്യം ഫുൾ A+ ഫുള്ള് 100% വിജയം കോൺവെൻറ്റിലെ എല്ലാ കുട്ടികളും കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇട്ടുള്ള ഒരു വർഷം തന്നെയാണ്. എങ്കിൽ കൂടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അതേപോലെ PTA എല്ലാ അംഗങ്ങളുടെയും വളരെയധികം സഹായ സഹകരണവും എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റ് പാഠ്യേതര വിഷയങ്ങളുടെ കാര്യത്തിലായാലും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വികസന സമിതി ചെയർമാനായാലും നമ്മളുടെ താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശുഭചേച്ചി, അതേപോലെ തന്നെ പഞ്ചായത്തിലെ മറ്റുള്ള മെമ്പർമാർ, ഒരുപാട് എല്ലാവരും സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഗ്രാമ്യ ഏർപ്പെടുത്തിയ ഈ അവാർഡിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗ്രാമ്യ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നു. ഞാൻ MB സജീവ്, സറാഫിക് CGHS ഗേൾസ് കോൺവെൻറ്റ് ഹൈസ്കൂളിലെ വികസന സമിതിയുടെ ചെയർമാനാണ്. 10 വർഷം ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായും തുടർ വർഷങ്ങളിൽ വികസന സമിതിയുടെ ചെയർമാനായും ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല ഏകദേശം 24ഓളം പാഠ്യേതര വിഷയങ്ങൾ, കായിക രംഗത്ത്, കലാരംഗത്ത്, അതേപോലെ ബാൻഡ് സെറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി പാഠ്യമേഖലയിലും പാഠ്യേതര മേഖലയിലും വിദ്യാർത്ഥിനികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂളാണ്. ഈ വർഷങ്ങളായി നമ്മൾ 100% വിജയവും അതേപോലെ തന്നെ ഏകദേശം കഴിഞ്ഞ വർഷം 42ഓളം ഫുൾ A+ഉം നേടിയിരുന്നു. ഈ വർഷം നമ്മൾ 110 വിദ്യാർത്ഥിനികളെ SSLC പരീക്ഷയ്ക്ക് ഇരുത്തുകയും അതിൽ 26 പേർ ഫുൾ A+ നേടുകയും ബാക്കി 100% വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഡിസംബറോടുകൂടി SSLC കുട്ടികളുടെ പോർഷൻ മുഴുവൻ എടുത്തു കഴിയും. അതിനുശേഷം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ ഞങ്ങൾ കുട്ടികൾക്ക് റിവിഷൻ ആരംഭിക്കുകയാണ്. ഈ റിവിഷൻ ആരംഭിക്കുന്നതിനോടുകൂടി താന്യം പഞ്ചായത്തിൻ്റെ സഹായത്തോടെ, അതുപോലെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ, PTA സഹായത്തോടെ, വികസന സമിതിയുടെ സഹായത്തോടെ, ഈ നാട്ടിലെ നല്ല നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥിനികളെ ഈവനിങ് ക്ലാസ് കൊടുത്തുകൊണ്ട് ഇവിടെ വീട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികളെ നമ്മളിവിടെ താമസിപ്പിച്ച്
സ്കൂളിൻ്റെ മുകളിൽ അവർക്ക് സുരക്ഷിതമായി ബാത്റൂം അടക്കം പണിതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ജനുവരി 1 മുതൽ പരീക്ഷ SSLC പരീക്ഷ വരെ ഞങ്ങൾ അവർക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ്. ഓരോ വിദ്യാർത്ഥിനികൾ കിട്ടുമ്പോഴും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സും അതുപോലെ അധ്യാപകരും രക്ഷിതാക്കളും PTA-യും വികസന സമിതിയും ഈ നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ വൻ വിജയത്തിന് കാരണവും. അതുപോലെ മൊമെൻറ്റോയും ക്യാഷ് പ്രൈസും നൽകിക്കൊണ്ട് ഗ്രാമ്യ നടത്തുന്ന ഈ വിദ്യാഭ്യാസ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണ്. അവരുടെ എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യം ചെയ്യുന്നു. അവരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് അവരെ സ്മരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സറാഫിക്കിൻ്റെ ഈ ഉന്നത വിജയത്തിൽ സഹായിച്ച നമ്മുടെ സ്കൂളിലെ HM, അതുപോലെ തന്നെ മറ്റു അധ്യാപകർ, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ, PTA MPT അംഗങ്ങൾ, പ്രിയ വിദ്യാർത്ഥികളെ, വളരെ വലിയൊരു ഉന്നത വിജയമാണ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ നേടി തന്നിട്ടുള്ളത്. ഈ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്ന നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചാനലായ ഗ്രാമ്യ ചാനലിനും സറാഫിക്കിൻ്റെ പേരിൽ PTA എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്രാമ്യ ചാനലിനും ഈ അതിലെ അണിയർ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കുമെല്ലാം എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് സറാഫിക്. എൻ്റെ പേര് കീർത്തി. ഞാൻ സറാഫിക് കോൺവെന്റിലെ മദർ PTA പ്രസിഡന്റാണ്. ഇവിടെ 27 കുട്ടികൾക്ക് ഫുൾ A+, 13 കുട്ടികൾക്ക് 9A+ കിട്ടിയിട്ടുണ്ട്. അത് വാങ്ങി തന്ന മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഞങ്ങളും PTA ഭാഗത്തുനിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ നല്ലൊരു നിലയിൽ, അവർ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു നിലയിലെത്താൻ സാധിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഗ്രാമീയ ചാനലുകാർക്കും നല്ല എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഞാൻ ദേവലക്ഷ്മി UA. 2025 SLC റിസൾട്ട് ഞങ്ങൾ എല്ലാവരും ഫുൾ A+ കൂടി പാസ് ഔട്ടായ ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് തുടക്ക ഭാഗം മുതൽ തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ എല്ലാം ടീച്ചേഴ്സ് SLCയുടെ പ്രാധാന്യവും എത്രത്തോളം അത് നമുക്ക് വേണ്ടി മാറ്റർ ചെയ്യുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ SLC പരീക്ഷ ഞങ്ങൾക്ക് അത്ര ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതൊരു ചുവടുവയ്പ് മാത്രമാണെന്നും ഇനി അങ്ങോട്ട് വലിയൊരു പഠനത്തിന്റെ യാത്ര തന്നെ ഉണ്ടെന്ന് ഞങ്ങളെ എല്ലാ കാലവും ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആയാലും ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും എപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ പഠനത്തിന് വേണ്ടി ഞങ്ങൾ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വിജയം, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ വിജയം ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇന്നിവിടെ കിട്ടുന്ന ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അംഗീകാരമായും അത് ഞങ്ങളുടെ ഇനിയുള്ള പഠനത്തിൻ്റെ ജീവിതത്തിലേക്കും മറ്ററിവിൻ്റെ ജീവിതത്തിലേക്കുമായി ഒരു വലിയ വെളിച്ചമായി ഞങ്ങൾ എല്ലാവരും കരുതുകയാണ്. താങ്ക് യു. എൻ്റെ പേര് മിൻഹ ഫാത്തിമ. ഞാൻ ഇവിടെ സെറാഫിക്കിൽ 2024-25 ബാച്ചിൽ പഠിച്ച SSLC ഫുൾ മാർക്ക് മഞ്ചക്കൊച്ചാണ്. ഈ സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഓരോ ടീച്ചേഴ്സും നന്നായി പഠിപ്പിക്കുകയും അതോടൊപ്പം പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സപ്പോർട്ടും പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടോടൊക്കെയാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ച് ഉന്നത വിജയം നേടാൻ എനിക്ക് പറ്റിയത്. എൻ്റെ പേര് അൻസിന. ഞാനിവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫുൾ A+ കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ ഇത്രയും നേരം ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത പാരൻസിനും ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും പിന്നെ ഇവിടുത്തെ PTA-ക്കാർക്കും ഈ ഗ്രാമ്യ ചാനലിലും എല്ലാവരോടും പിന്നെ ഈ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും ഞാൻ അഭിനന്ദനം നൽകാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഗൗരികൃഷ്ണ TG. ഞാൻ ഇവിടെ സെറാഫിക്കിൽ 10th പാസ് ഔട്ടായ വ്യക്തിയാണ്. ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും കൂടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടി സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഇതിന് ഗ്രാമ്യ പുരസ്കാരം നൽകിയ ഗ്രാമ്യ ചാനലിനും എൻ്റെ വക നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ സെറാഫിക് CGH സ്കൂളിലെ
മിടുക്കികളായ നിങ്ങൾ ഓരോരുത്തരും നേടിയെടുത്ത ഈ വലിയ വിജയത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നിങ്ങൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും നിങ്ങൾ മിടുക്കികൾ തന്നെ. എല്ലാ വിഷയത്തിനും A+ കരസ്ഥമാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ വലിയ കഴിവും വലിയ മനസ്സും ആ നിശ്ചയദാർഢ്യവും ഞങ്ങൾ കാണുകയാണ്. നിങ്ങളോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും കൂടെ പ്രവർത്തിച്ചു എന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി, ഇനിയും ഇതുപോലെ നല്ല വിജയങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ, സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നിങ്ങളുടേതായ തനതായിട്ടുള്ള ഈ മികവ് അവിടെയും പ്രകടമാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. പ്രത്യേകം നന്ദി. 1942 ആലപ്പാട് സമാജം കെട്ടിടത്തിൽ ആലപ്പാട് ശ്രീനാരായണ മെമ്മോറിയൽ ലോവർ സെക്കൻഡറി സ്കൂളായി സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ തൽപരനുമായ KP കേശവൻ ആരംഭിച്ചു. 1979 KP കേശവന്റെയും പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രവർത്തനം മൂലം സ്കൂളിന് ഹൈസ്കൂൾ ലഭിച്ചു. 2.45 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് ഒരു കെട്ടിടങ്ങളിലായി 12 ക്ലാസ് മുറികളും UPയിൽ ഒരു കെട്ടിടങ്ങളിലായി 33 മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും UPക്കുമായി ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട്. ഏകദേശം 20ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. ലാബിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. എൻ്റെ പേര് സുനി, ഞാൻ HM ആണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്രാവശ്യം 100% റിസൾട്ട് ഉണ്ട്. അതുകൂടാതെ 15 പേർക്ക് ഫുൾ A+ ഉണ്ട്, 6 പേർക്ക് 9 A+ ഉണ്ട്, 4 പേർക്ക് 8 A+ ഉണ്ട്. നല്ല വിജയമാണ്. 23 വർഷത്തോളമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് 100% കിട്ടുന്ന സ്കൂൾ തന്നെയാണ്. അതുകൂടാതെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അധ്യാപകരെ തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എഫർട്ട് എടുത്തിട്ടുണ്ട്. അവരുടെ പാരൻസും നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ പാരൻസും വില്ലിങ് ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് നമ്മുടെ ഈ റിസൾട്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം ഗ്രാമ്യ ചാനലിൽ നമുക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഈ വർഷം ഗ്രാമ്യ പുരസ്കാരം നേടിത്തന്ന ഞങ്ങളുടെ നല്ല പ്രിയ വിദ്യാർത്ഥികളെയൊക്കെ ഒരു അനുമോദനാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഈ സ്കൂളിലെ എല്ലാവരുടെയും വിജയമാണ്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഞങ്ങൾ ഈ വിജയം ഉണ്ടാക്കിയെടുത്തത്. അതിന് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഗ്രാമ്യ പുരസ്കാരം ഈ വർഷം ഞങ്ങൾക്ക് തന്ന ഗ്രാമ്യ ചാനലിനോടും ഞങ്ങളുടെ പ്രത്യേക ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഞാനിവിടെ PTL ഒരു അംഗമാണ്, MPTL ഒരു അംഗമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് സപ്പോർട്ട് ഇവിടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ മോള് ദേവനന്ദ ടീച്ചർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ HM സുനി ടീച്ചർ പറഞ്ഞിരുന്നു, ട്യൂഷന് പോലും വിടണ്ട, അത്രയും നന്നായിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടീച്ചറുടെ ഒറ്റ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ എൻ്റെ മോള് ട്യൂഷന് പോലും പോകാണ്ടാണ് ഫുൾ A+ കിട്ടിയത്. ആ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം എനിക്ക് ഇനി ആയാലും എല്ലാവരോടും പറയാനുള്ളൊരു ധൈര്യമുണ്ട്. അത്രയും നല്ല ക്ലാസ്സാണ് ഇവർ കൊടുക്കണത്. പിന്നെ ഞങ്ങൾ PTAയുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ്. നല്ല PT ആണ്, നല്ല സ്കൂളാണ്, നല്ല ടീച്ചേഴ്സാണ്, എല്ലാ സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ പഠിപ്പിൻ്റെ ഒരു കാര്യം മാത്രമല്ല, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നല്ല സപ്പോർട്ടുള്ള സ്കൂളാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവനന്ദ K. രതീഷ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് നാൾ ഇരുന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ
അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് പഠിച്ചിട്ടോ അതൊന്നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ടീച്ചേഴ്സിൽ, സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും വീട്ടിലായാലും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഈ ഒരു മൊമെൻറ്റിൽ എല്ലാവരുടെ അടുത്തും താങ്ക് യു പറയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് ടീച്ചേഴ്സ് ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് തന്നെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു ബയോകെമിസ്ട്രിയുടെ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാത്തിനും ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ താങ്ക് യു പറയാണ്. എല്ലാവരുടെയും പേരിൽ ഞാൻ താങ്ക് യു പറയാണ്. പിന്നെ ഇവിടുത്തെ സ്കൂളിലെ PTA, മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു സക്സസ്സിൽ പങ്കാളികളായിട്ടുള്ള, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു പറയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയ ചാനലിന് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാണ് ഈ ഒരു മൊമെൻറ്റ്. എൻ്റെ പേര് വൈഗ ബിജു. ആദ്യം തന്നെ ഈ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നുണ്ട്. ഞങ്ങളെ സ്കൂളിനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ. ഏത് കാര്യത്തിലായാലും, ടീച്ചർമാരുടെ കാര്യത്തിലായാലും, മെച്ചമിൻ്റെ കാര്യത്തിലായാലും, ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലായാലും, എല്ലാവരും സ്റ്റാഫ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് ഇപ്പോൾ ടീച്ചർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പീരീഡ് പോലും അവർ ഫ്രീ അല്ലാണ്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ഞങ്ങൾ അത്രയ്ക്കധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഈ ഒരു ഫുൾ A+ എന്ന ഇതിലേക്ക് നയിച്ചത്, അതിലേക്ക് എത്തിച്ചത്. അതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിൽ താന്യം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സാമീപ്യം കൊണ്ട് ധന്യമായ താന്യം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയങ്ങളിലൊന്ന്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ ചേലൂർ മനക്കാരുടെ സംരക്ഷണത്തിൽ ഓലമെന്ന കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം 1925 ഗവൺമെന്റ് ഏറ്റെടുക്കുകയും 1980 ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. 2004 ഈ വിദ്യാലയത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ മിനി, താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. താന്യം പഞ്ചായത്തിലെ മികച്ച പാരമ്പര്യമുള്ള ഈ വിദ്യാലയത്തിൽ 1 മുതൽ +2 വിഭാഗം വരെയായി 400ഓളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. മികച്ച രീതിയിലുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്നത്. എക്സ്ട്രാ കോച്ചിങ്ങും എല്ലാ ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഇവിടെ സജീവമായി നടത്തിവരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങൾക്ക് 100% വിജയവും ഫുൾ A+കളും ലഭിച്ചു. 13 വർഷത്തോളമായി 100% വിജയം തുടർച്ചയായി കൈവരിക്കാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഗ്രാമ്യ പുരസ്കാരം ഞങ്ങളുടെ കുട്ടികൾക്ക് തുടർച്ചയായി തരുന്നതിൽ ഞങ്ങൾ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. സജീവമായി പ്രവർത്തിക്കുന്ന ഒരു PTA-യും ഞങ്ങൾക്ക് ഉണ്ട്. ഞാൻ താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പലാണ്. ഈ വർഷത്തെ 2025 മാർച്ചിൽ നടന്നതായ പൊതുപരീക്ഷയുടെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ താന്യം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിനെ മുൻപന്തിയിൽ തന്നെ എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത്, 1-ാം സ്ഥാനം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം അവാർഡ് ഞങ്ങളുടെ കുട്ടികൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതിൽ ഈ സ്കൂളിന് അതിയായ സന്തോഷമുണ്ട്. അതും ഈ ഒരു വേളയിൽ അറിയിക്കുന്നു. താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ SSLC റിസൾട്ട് ഏറ്റവും അഭിമാനാർഹമായ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. തുടർച്ചയായി 13-ാം വർഷം 100% വിജയവും 2 കുട്ടികൾ ഫുൾ A+ഉം നേടിയിരിക്കുന്ന വളരെ സന്തോഷകരമായൊരു മുഹൂർത്തത്തിൽ നിന്നാണ് സ്കൂളിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻറ്റും സ്റ്റാഫ് സെക്രട്ടറിയുമായി ഞാൻ സംസാരിക്കുന്നത്. വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾ ഈ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു നന്ദിയും ഗ്രാമീ ചാനലിന് നേരുകയാണ്. ആശംസകളും പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും മീഡിയ വഴിയുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകുന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ
സ്കൂളിന് വേണ്ടിയും വ്യക്തിപരമായും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ശിവനന്ദ. ഞാൻ GHS താനൂർ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ഓടുകൂടി പാസ്സായ വിദ്യാർത്ഥിയാണ്. സ്കൂളിനെ പറ്റി പറയാന്ന് വെച്ചാൽ സ്കൂളിലെ ടീച്ചേഴ്സിന് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ട്. മാഷ്മാരായാലും ടീച്ചേഴ്സ് ആയാലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട്. എൻ്റെ പേര് നിവ എന്നാണ്. താനൂർ സ്കൂളിൽ 10ാം ക്ലാസ് ഫുൾ A+ഓടുകൂടെ പാസ്സായതാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളായാലും ടീച്ചേഴ്സായാലും നല്ല സപ്പോർട്ടാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നിജു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. താന്യം 5ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. CV സിദ്ധാർത്ഥൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.